ചാനലോട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം ടൂറാണ് ഗൈസ്. ഹോം ടൂർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും എല്ലാവരും ചെയ്യുന്നതല്ലേ ഹോം ടൂർ. ഞാനും ചെയ്തതാണ് ഹോം ടൂർ, സാധാരണ പോലത്തെ ഒരു ഹോം ടൂറാണ്. ബട്ട് എല്ലാവരും ചെയ്യുന്ന ഗാർഡൻസ് ഒന്നും കാണിക്കില്ല, മുകളിൽ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ കാണിക്കുള്ളൂ. ബട്ട് ഞാൻ ഗാർഡൻസ് കാണിച്ച്, ടെറസ് കാണിച്ച്, അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ ഞാൻ കാണിക്കും. വീടിൻ്റെ ഫുൾ സറൗണ്ടിങ്സും ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് നമുക്ക് പുറത്ത് കാണാം, എന്നിട്ട് നമുക്ക് ഉള്ളോട്ട് പോവാം. അപ്പോൾ പുറത്തുനിന്ന് പറയുകയാണെങ്കിൽ നമുക്കുള്ളത് കാണിച്ചു തരാവേ. പുറത്തുനിന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇതൊക്കെ പുറത്ത് വീടാണ് കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് സാധനങ്ങളാണ്. ഇവിടെയൊക്കെ ഒന്നും ഞാൻ കാണിക്കണ്ടെന്ന് വിചാരിച്ചതാണ്, ബട്ട് ഞാൻ കാണിക്കും. ഇവിടെയൊക്കെ സൂക്ഷിച്ച് വേണം നടക്കാൻ. ഇപ്പം ഇത് കാർ ഷെഡ്. ഇത് മുകളിൽ ഈ ഷീറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദിവസമല്ല, കുറച്ച് മാസങ്ങളായി വെച്ചിട്ട്. ഇത് പിന്നെ ഇത് ഫുള്ള് കാർ ഷെഡാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുറ്റമെത്തി. മുറ്റത്തിൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വന്നു. ഇവിടെ ഫുൾ ഗാർഡൻസ് ആണ്. ഇങ്ങനെ ഗാർഡൻസ് വന്നു. പിന്നെ നമ്മൾ ബാക്കിലോട്ടാണ് പോകുന്നത്. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പൂച്ചക്കുട്ടി അല്ല കേട്ടോ, പുറത്തുനിന്ന് വന്ന പൂച്ചക്കുട്ടിയാണ്. ഇവിടെ വളർത്തുന്നു, അത്രയേ ഉള്ളൂ. ഹായ് പൂച്ചേ, ഇവിടെ ഹായ്. അപ്പോൾ ആ പൂച്ച അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്ക് ഞാനിവിടെ ഉണ്ട്. ഇതാണ് ബാക്ക് സൈഡ്. ഈ ബാക്ക് സൈഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രീ ഉണ്ട്. ട്രീ അല്ല, ചെമ്പരത്തി ഉണ്ട്. ആ ചെമ്പരത്തി പൂവ് കുറേ നാളായി. ചെമ്പരത്തി പൂവ് വന്നിട്ട് കിട്ടി. ചെമ്പരത്തി പൂവ് കിട്ടി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ട്രീ ഉണ്ട്. ഇങ്ങനെ പോയി നമുക്ക് ഉള്ളിലോട്ടാണ് കേട്ടോ പോകേണ്ടത്. ഉള്ളിലോട്ട് ഇങ്ങനെ പോണ്. ഇങ്ങനെ പോയി നമുക്ക് ടെറസ് കാണിക്കാനുണ്ട്. ഹായ് പൂച്ചയെ, ഞങ്ങൾ പോവുകയാണ്. ടെറസ് കാണിക്കണ്ടേ. ഇങ്ങനെ സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതോ ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പോവും. ഇങ്ങനെ കയറി പോവും. ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ നല്ലത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ. വരുന്നതോ 2 ദിവസത്തെ തുണി തൂക്കിയാണ്. 2 ദിവസമല്ല, 4 ദിവസം എടുക്കും. എന്നുണ്ടോ ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ. ഹോം ടൂർ എടുക്കണം, ടാങ്ക് കഴുകാനൊക്കെ ഞാൻ വരാറുള്ളൂ. ഞാൻ വരാറുള്ളൂ. ഇവിടുത്തെ വ്യൂ എൻ്റെ അമ്മോ അടിപൊളിയാണ്. എന്നുണ്ടോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എല്ലാ സ്ഥലവും എല്ലാ സ്ഥലവും കാണാൻ പറ്റും. ഇങ്ങനെ പോയി. ഇവിടെയാണ് ഗൈസ് ഭയങ്കര വ്യൂ. ഇവിടെയാണ് ഗൈസ് നല്ല വ്യൂ കിട്ടുക. ഉണ്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ തുണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. നല്ല വ്യൂ ആണ് കിട്ടുക. നല്ല വ്യൂ ആണ്. നമുക്കത് കുറ്റിയിടാം, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ ചമ്മന്തി വെക്കും. ഓക്കെ, നടക്കാം. ആ പൂച്ച ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നാച്ചാക്കും. നമുക്ക് ഇങ്ങനെ ഇറങ്ങാം. ഇറങ്ങിയത് വീണ്ടും പൂച്ച. അമ്മ ഓക്കെ, നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും ഗാർഡൻ. നമ്മൾ ഉള്ളിലോട്ട് വലത് കാലിനെ വെച്ച് കയറുകയാണ് ഗൈസ്. ഊഞ്ഞാലുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോളിൻ്റെ ഇതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട.
വേണ്ടോ? നിങ്ങൾ ഇതൊന്നും വിചാരിക്കേണ്ട, ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്, അയ്യോ കുറച്ചെങ്കിലും വൃത്തിയാക്കി വെച്ചൂടെ. വൃത്തിയാക്കി വെക്കാൻ മനസ്സില്ല, ഒരു 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 ഇതില്ല. അങ്ങനെ തന്നെ ഒരു മനസ്സ് വരണ്ടേ വൃത്തിയാക്കാൻ. ആ മനസ്സ് വരും. വാതിലടയ്ക്കാം. കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ റൂമാണ് വരുന്നത്. ഓ, എൻ്റെ റൂമിൽ കാണിക്കണ്ട. ഓക്കെ, ഇവിടെ നിന്ന് വരുമ്പോൾ ദേ ബാത്റൂമുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഇത് ബാക്കാണ് കേട്ടോ. ഇവിടെ ഫുള്ള് 3 ജനലാണുള്ളത്. അല്ല, ഇവിടെ 2 ജനലുണ്ട്. 5 ജനലാണ് ഈ റൂമിലുള്ളത്. ദേ, ഇപ്പോൾ നമ്മൾ കിച്ചണിലോട്ടൊന്ന് പോവുകയാണ്. കിച്ചണിലോട്ട് വന്നാൽ ഫസ്റ്റ് തന്നെ ഇവിടെ ഫ്രിഡ്ജുണ്ട്. ഹായ്, ഫ്രിഡ്ജിനകത്ത് നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഒന്ന് കാണിച്ചോട്ടെ. ഇതാണ് ഫ്രിഡ്ജ് ഗൈസ്. ഫ്രിഡ്ജ് അടയ്ക്കുക. ഇവിടെ കിച്ചൺ. ഇവിടെ നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആണ്, അങ്ങനെ വെക്കാനൊക്കെ പറ്റും. ഇവിടെ കുറച്ചിങ്ങനെ സാധനങ്ങൾ. പിന്നെ ഇവിടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാം. ഒരു സ്റ്റാൻഡ്, ഇവിടെ ഒരു സ്റ്റാൻഡ്. വാഷിംഗ് എന്താ പറയുക, വാഷ് ബേസിനാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബെഡ്റൂമാണ്. ഇത് അച്ഛൻ്റെയും അമ്മയുടെയും ബെഡ്റൂമാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ മിററുണ്ട്. ഞാൻ ഓക്കെ, ഇവിടെയും കുറച്ച് സ്പേസസ് ഉണ്ട്. ഇവിടെ മീൻസ് എന്തെങ്കിലും കവറൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ഇല്ല കേട്ടോ. ഈ സാധനം റൂമിൽ അല്ല വെക്കാറ്. ഇത് ബാഗാണ്. എൻ്റെ സ്കൂൾ ബാഗ് നല്ലതാ. അപ്പോൾ ഇതൊരു ബെഡാണ്. ഇത് ഗസ്റ്റ് ബെഡ് എന്ന് പറയാം. ഇതെന്തെങ്കിലും അലങ്ങോലായി കിടക്കുന്നു പറഞ്ഞാൽ ഇത് ഇന്ന് എനിക്ക് തലവേദനിച്ചിട്ട് ഞാൻ കിടന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ഗസ്റ്റ് ബെഡാണ്. ഇത് ഗസ്റ്റ് വല്ലതും വന്ന് ഇനി ഇത് നേരെ ഉമ്മർത്തേക്ക് ഇടും കേട്ടോ. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, മീൻസ് ഒളിച്ച് കളിക്കുമ്പോൾ നിൽക്കാൻ, അത്രേ ഉള്ളൂ. ഇവിടെ പിന്നെ കുറച്ച് ഞാൻ ലൈറ്റ് ഇടാം. ഓക്കെ, ദേ കുറച്ച് ഇതുണ്ട്, എന്താ പറയുക, അലമാര ഉണ്ട്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അലമാരയുണ്ട്. ഈ മിററിലാണ് കേട്ടോ എന്നെ കാണിച്ചത്. ഇതുപോലെ അലമാരയാണ്. സ്പേസ് ഒക്കെ ഉണ്ട്, നല്ല സ്പേസുള്ള അലമാരയാണ്. വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോ. ഇതുണ്ടോ, എന്താ നല്ല സ്പേസുള്ള ഒരു അലമാരയാണ്. അതായത് ഗസ്റ്റ് ബെഡ്. പോയി കഴിഞ്ഞാൽ നേരെ നമുക്കിനി പുറത്ത് പോവാം. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ.